സാധാരണ നമ്മൾ മയണൈസ് ഉണ്ടാക്കുന്നത് മുട്ടയും എണ്ണയും കൂടെ ചേർത്ത് ഇമൾസിഫൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് മുട്ട ചേർക്കാതെ മയണൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്ന് ഞാൻ മയണൈസ് ഉണ്ടാക്കുന്നത് മുട്ടയില്ലാണ്ട് നമ്മൾ പാല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലായിട്ട് നമുക്ക് എന്ത് പാല് വേണമെങ്കിലും ഉപയോഗിക്കാം. സോയാ മിൽക്ക് ഉപയോഗിക്കാം, ആമണ്ട് മിൽക്ക് ഉപയോഗിക്കാം, സാധാരണ പശുമ്പാൽ ഉപയോഗിക്കാം. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് സോയാ മിൽക്ക് വെച്ചിട്ടാണ്. ഇപ്പോൾ വീഗൻസ്, ആനിമൽ പ്രോഡക്ട്സ് ഉപയോഗിക്കാത്തവർക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഒരു കപ്പ് സോയ മിൽക്ക് നമുക്ക് സാഷയിൽ അവൈലബിൾ ആണ്. 250 ml. ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർക്കണം. ഒരു കപ്പ് തന്നെ എണ്ണ വേണം ചേർക്കാൻ. എണ്ണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഫ്ലേവർലെസ് ആയിട്ടുള്ള എണ്ണ ഉപയോഗിക്കും. ഒത്തിരി സ്ട്രോങ് മണങ്ങളില്ലാത്ത, അതായത് വെളിച്ചെണ്ണയ്ക്കൊക്കെ പ്രത്യേക മണമുണ്ടല്ലോ, ഒലിവ് ഓയിലാണെങ്കിലും അതേപോലെ സ്ട്രോങ് മണമുണ്ട്. അപ്പം അങ്ങനത്തെ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ മയണൈസിന് എപ്പോഴും ഫ്ലേവർ അതാണ് നല്ലത്. ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ എടുത്ത് വയ്ക്കും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒരു കപ്പ് 250 ml. ഓയിൽ ചേർത്തു. മയണൈസിന് നല്ല ഫ്ലേവർ കൊടുക്കാനായിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പ്, കുറച്ച് ഷുഗർ, കുറച്ച് പെപ്പർ, കുറച്ച് പുളിയായിട്ടുള്ള എന്തെങ്കിലും വിനീഗറോ ലൈം ജ്യൂസോ ചേർക്കാം. അപ്പോൾ ആദ്യം ചേർക്കേണ്ടത് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത് ഓപ്ഷനിലാണ് വെളുത്തുള്ളി. ഞാൻ രുചിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. വെളുത്തുള്ളി ഇല്ലാണ്ട്, വെളുത്തുള്ളി ഉപയോഗിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെളുത്തുള്ളി ചേർക്കേ വേണ്ട, വെളുത്തുള്ളി ഇല്ലാതെ ബാക്കി ചെയ്യാം. വെളുത്തുള്ളി ഒന്ന് ചതച്ചിടാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ഉപയോഗിക്കാം. ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിടാം. ഗാർലിക്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മസ്റ്റേർഡാണ്. അപ്പോൾ മസ്റ്റേർഡ് കടുക് പരിപ്പ് ചേർക്കാം. കടുക് പരിപ്പ് ചതച്ചിട്ട് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കടുകിൻ്റെ പൊടി കിട്ടും, മസ്റ്റേർഡ് പൗഡർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാണെങ്കിലും 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. അല്ലെങ്കിൽ മസ്റ്റേർഡ് സോസ് ആണെങ്കിൽ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർക്കാം. ഞാൻ ഇപ്പോൾ മസ്റ്റേർഡ് സോസാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഡിജോൺ മസ്റ്റേർഡ് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് മസ്റ്റേർഡ് സോസാണ്. അതാണ് ഞാൻ യൂസ് ചെയ്തത്. അത് നിർബന്ധമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കടുക് പരിപ്പോ കടുക് ചതച്ചൊക്കെ ഇടാം. ഇനി ഇപ്പോൾ ഇമൾസിഫിക്കേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് എന്തെങ്കിലും ആസിഡായിട്ടുള്ള എന്തെങ്കിലും ചേരണം. അത് പുളിയുള്ള, ഒന്നുകിൽ നാരങ്ങ നീരാവാം, വിനാഗിരി ആവാം, ഏതെങ്കിലും ചേർക്കണം. ഞാൻ ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. 1 ടീസ്പൂൺ ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ നമുക്ക് മതിയാവില്ല, ബാക്കി പിന്നീട് ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ട്രഡീഷണലി നമ്മൾ മയണൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബീറ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു എളുപ്പത്തിലുള്ള രീതിയാണ് കാണിക്കുന്നത്. മിക്സറിലിട്ടിട്ട് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നോക്കിയാൽ ഞാൻ ചെറുതായിട്ട് പൾസ് ചെയ്ത് എടുക്കുന്നത്. സൈഡിലേക്ക് തിരിച്ച് പൾസ് ചെയ്ത് എടുക്കും. നിർത്തി അടിക്കുന്നത്. ചെക്ക് ചെയ്യാം. ചെറുതായിട്ട് തിക്കായി. നമുക്കിതിനകത്തേക്ക് കുറച്ച് വിനീഗർ കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ കൂടെ ചേർക്കാം. ആദ്യം 1 ടീസ്പൂൺ ചേർത്തു. വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ചെറുതായിട്ട് തിക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം, കാരണം കുറേ നേരം നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തിക്കാവും. നമുക്ക് വേണ്ട പരുവത്തിന് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം ഈ ഒരു തിക്നെസ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ തിക്കാവണം. കുറച്ചും കൂടെ തിക്കാവും. കുറച്ച് നേരം ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ കൂടെ ചേർക്കാം. മൊത്തം 3 ടീസ്പൂൺ
വിനീഗറാണ് ചേർത്തേക്കുന്നത്. നമ്മൾ തിക്ക് ആവുന്നില്ല എന്ന് കണ്ടാൽ കുറച്ച് വിനീഗർ ചേർത്ത് തിക്കായിക്കൊണ്ടിരിക്കും. പുളിയുള്ള സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് അത് നല്ലതായിട്ട് തിക്കാവും. നല്ല പെർഫെക്റ്റ് തിക്നെസ് കിട്ടി. കണ്ടോ, ഈ ഒരു തിക്നെസ് വേണം നമുക്ക് മയണൈസിൽ കിട്ടാൻ. മയണൈസ് എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് നമ്മളൊരു ബോട്ടിലേക്ക്, ചില്ല് കുപ്പികളിൽ സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും നല്ലത്. ഗ്ലാസ് ബോട്ടിലേക്ക് ഞാൻ മാറ്റുകയാണ്. വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ ഇന്ന് മയണൈസ് ഉണ്ടാക്കിയത്. 3 മിനിറ്റിൽ താഴെ സമയം മതി നമുക്ക് മയണൈസ് ഉണ്ടാക്കാനായിട്ട്. മയണൈസ് ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഭയങ്കര സ്പീഡിൽ ഫുൾ ടൈം അടിക്കരുത്. നിർത്തി വേണം അടിക്കാൻ. ഞാൻ ചെയ്ത പോലെ പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം വിനീഗർ 1 ടീസ്പൂൺ ചേർത്ത് പിന്നെ ഗ്രാജുവലി അടുത്ത 2 ടീസ്പൂൺ ചേർത്ത് വേണം ചെയ്യാനായിട്ട്. തിക്നെസ് ആകുന്നതനുസരിച്ചിട്ട് ഗ്രാജുവലി ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ എപ്പോഴും ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ, ടേസ്റ്റ് വൈസും ഹെൽത്ത് വൈസും നമുക്ക് ബെറ്റർ എപ്പോഴും കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോഴാണ്. പിന്നെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ, ബർഗേഴ്സ് ഉണ്ടാക്കുമ്പോൾ, സാലഡ്സിനകത്തൊക്കെ നല്ലൊരു ഓപ്ഷനാണ് വീടുകളിൽ ഉണ്ടാക്കുന്ന മയണൈസ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.